അവിടെ മരുന്നില്ല, കൃത്യമായിട്ടുള്ള ഡോക്ടർമാർ എല്ലാ സമയങ്ങളിലും ഉണ്ടാവാറില്ല. കറണ്ടുണ്ട്, വെള്ളമുണ്ട്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഈ ഗവൺമെൻറ് കയറിയതിന് ശേഷം. അതൊക്കെ ഇല്ലാതാക്കാനും പലരും പലതും പറഞ്ഞുണ്ടാക്കിക്കൊണ്ടുവരും. ആ ഹോസ്പിറ്റലുകളിൽ പോകുന്ന രോഗികൾക്കറിയാം അവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത്. സർക്കാർ മാറി വരുന്നതനുസരിച്ച് മെഡിക്കൽ കോളേജിൻ്റെ ഇപ്പോഴത്തെ മെഡിക്കൽ ഹെൽത്തിൻ്റെ എപ്പോഴും ഇഷ്യൂസ് ന്യൂസെല്ലാം ഇത് തന്നെ കേൾക്കുന്നത്. ഈ മെഡിസിനിലോട്ട് വരുന്നത് ആൾക്കാരെ സെർവ് ചെയ്യണമെന്നുള്ള ആൾക്കാരാണ് മെഡിസിനിലോട്ട് വരുന്നത്, അല്ലാതെ പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞല്ല വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് മുന്നിലാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് മുന്നിലാണ് നിൽക്കുന്നതെങ്കിലും പറയാനുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ്. നമുക്കറിയാൻ കഴിയും, 2 ദിവസം കൊണ്ട് നമ്മുടെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ്. ഒരു ഡോക്ടറുടെ തുറന്നു പറച്ചിലുകൾ, അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് ഉപജാപങ്ങളും, അങ്ങനെ ഒത്തിരി വാർത്തകളാണ് അതിനെക്കുറിച്ച് പുറത്തു വരുന്നത്. ഞങ്ങൾക്ക് ആ വാർത്തകളെക്കുറിച്ചോ ഒന്നും പറയാനില്ല. ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. എന്താണ് ഈ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ പൊതുജനങ്ങൾ, കാരണം പൊതുജനങ്ങളാണ് ഇതിൻ്റെ എല്ലാം ഉടമസ്ഥാവകാശം പേർന്നവരും, അവരാണ് ഇതിൻ്റെയൊക്കെ ഉപഭോക്താക്കളും. തീർച്ചയായിട്ടും പൊതുജനങ്ങളാണ് മറുപടി പറയേണ്ടത്. ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു മെഡിക്കൽ കോളേജിൻ്റെ വിഷയത്തിൽ എന്താണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്, അത് തേടി ഞങ്ങൾ ഇറങ്ങുക. മെഡിക്കൽ കോളേജിൽ നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ അറിഞ്ഞല്ലോ തിരുവനന്തപുരത്ത്, ഡോക്ടറുടെ വെളിപ്പെടുത്തുള്ളത്. അപ്പോൾ നമ്മുടെ ഈ സർക്കാർ വകയിരുത്തുന്ന ഫണ്ടിൽ നിന്നും വെട്ടിക്കുറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു? അതെനിക്കറിഞ്ഞൂടാ, പക്ഷേ അവിടെ മരുന്നുകളൊന്നുമില്ല. ഞാനിപ്പം ചികിത്സയിൽ ഇരിക്കുന്ന ആളാണ്. അവിടെ അനുഭവസ്ഥനാണോ? അനുഭവസ്ഥനാണ്. എന്തൊക്കെ പോരായ്മകളാണ്? അവിടെ മരുന്നില്ല, കൃത്യമായിട്ടുള്ള ഡോക്ടർമാർ എല്ലാ സമയങ്ങളിലും ഉണ്ടാവാറില്ല. ഇവിടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ഉണ്ട്, മരുന്നുകളൊന്നുമില്ല. പിന്നെ അവിടെ MRI തന്നു കഴിഞ്ഞാൽ ആ MRI എടുക്കണമെങ്കിൽ തന്നെ മാസങ്ങൾ തോന്നി എടുക്കും. ഞാനിപ്പം ഗ്യാസ്ട്രോയുടെ പിന്നെ ചികിത്സയിലാണ്, ഇപ്പോഴും ചികിത്സയിലാണ് ഡോക്ടർ. പിന്നെ ഡോക്ടറെ കാണാൻ ഫ്രീ ആയിട്ട് അല്ലേ, മരുന്നൊക്കെ പുറത്തുനിന്ന് മേടിക്കണം. മരുന്നുകളൊക്കെ പുറത്തുനിന്ന് എടുക്കേണ്ട ആവശ്യം. ചിലപ്പോൾ 1-2 മരുന്നുകൾ കിട്ടുമായിരിക്കും. ഒരു 2 മാസം മരുന്ന് എടുക്കാൻ ഇനിയിപ്പോൾ 1 മാസം മരുന്ന് ഇനിയിപ്പം മേടിക്കണം. ഇനി അവിടെ പോകണം. ഇപ്പോഴൊന്നും അല്ല, ഒരു 7-8 വർഷത്തിന് മുമ്പ്. അല്ലല്ല, ഇത് തന്നെയായിരുന്നു. മറ്റേ ആരോഗ്യമന്ത്രി വേറെ ആയിരുന്നു. അപ്പോൾ ഈ ആരോഗ്യമന്ത്രിയെ കുറിച്ച് അത്ര നല്ല അഭിപ്രായം ഇല്ല. എന്താണ് അങ്ങനെ ഒരു പറയാം? ഇപ്പൊ തന്നെ ഇത് കേൾക്കുന്നില്ലേ, അത് തന്നെയല്ലേ ഏറ്റവും വലിയ ഇതായിട്ട്. അത് രാഷ്ട്രീയ ആരോപണമാണെന്ന് പറയുന്നുണ്ട്. ആൾക്കാരെന്തോ പറഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. എനിക്ക് പറയാം. ഓക്കെ, മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ ചികിത്സയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. ഞാൻ അവിടെ സർജറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു അന്നത്തെ അവസ്ഥ? നല്ല ചികിത്സ കിട്ടിയോ? കിട്ടിയായിരുന്നു. ഉപകരണങ്ങൾ വല്ല പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് എനിക്കെല്ലാം ഫ്രീ ആയിരുന്നു. ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം നല്ല സ്നേഹത്തോടെ പെരുമാറി. നല്ല അഭിപ്രായമാണ്. പേരെന്താണ്? ആദിത്യ. ഓക്കെ. രോഗികളൊക്കെ അവിടെ കിടന്ന് മരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് നല്ലൊരു തീരുമാനം എടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് മാത്രം മതി. ഇതൊരു ഇലക്ഷൻ അടുത്തെത്തിയപ്പോൾ ഒരു ആരോപണം ഇലക്ഷൻ അടുത്തെത്തിയത് മുമ്പേ നടക്കുന്ന കംപ്ലൈൻ്റ് ആണല്ലോ. ഇത് ആരും വെളിപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ, ഇപ്പോഴാണ് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് എന്തായാലും നല്ലൊരു തീരുമാനം ഇതിൻ്റെ ആളുകൾ ചെയ്യണം. ചെയ്ത് നല്ല രീതിയിൽ എങ്ങനെ പാവത്തുകൾക്ക് അവിടെ രക്ഷയുള്ളൂ. അപ്പോൾ അത് നല്ലൊരു ഡോക്ടറാണ് വെളിപ്പെടുത്തിയേക്കുന്നത്, ഇത് ശരിയല്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കണം. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? സാധനങ്ങൾക്ക് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചെങ്കിലേ പറ്റുള്ളൂ. ഞാനും വാങ്ങിയിട്ടുണ്ട്. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. 4-5 വർഷത്തേക്ക് മുമ്പ് അങ്ങനെ തന്നെയാണ്. ഈ ശസ്ത്രക്രിയയ്ക്ക് നമ്മൾ സാധനം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാനും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നതൊക്കെ കള്ളമാണെന്നാണ് ചില പ്രചരണങ്ങൾ വരുന്നത്. അതിലെന്തെങ്കിലും എൻ്റെ അഭിപ്രായം പറയാം. അത് മാത്രമല്ല, സർക്കാരിൻ്റെ ഫണ്ട്, ആരോഗ്യവകുപ്പിന് വേണ്ടിയുള്ള ഫണ്ട് വക മാറ്റുന്നു എന്നൊരു ആരോപണമുണ്ട്. അതുകൊണ്ട് വക മാറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു അവിടെ ചികിത്സ ചെയ്തിട്ടുണ്ടോ മെഡിക്കൽ കോളേജിൽ? ഞാൻ ഈ ഇടയ്ക്കൊന്നും പോകാറില്ല. വേറെ ആരെങ്കിലും കൊണ്ട് പോയിട്ടുണ്ട്? ഇല്ല, എൻ്റെ മോള് നെക്സ്റ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. എന്താണ് നിർദ്ദേശങ്ങൾ മുന്നിലോട്ട് വയ്ക്കാൻ തോന്നുന്നത്? ഈ പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നും പറയാൻ പറ്റില്ല. ഈ സാധനങ്ങൾക്ക് പൈസ കൊടുത്തേ പറ്റും. അതാണ് മെയിനായിട്ട്. അത് മെയിനായിട്ടുള്ളത്. അങ്ങനെ ആര് ചെന്നാലും കണക്ക്. പാവപ്പെട്ടൊന്നുമില്ല, പണക്കാരൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ശരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ളതാണല്ലേ? ഫ്രീ ആയിട്ട് കിട്ടാനുള്ളതാണ്. കാരുണ്യം തന്നെ ഫ്രീ ആയിട്ട് കിട്ടാനുള്ളതാണ്. അതുപോലും കിട്ടാൻ ഇപ്പം ചാൻസ് ഇല്ല ഇപ്പം. ഓക്കെ. അതിനെക്കുറിച്ച് അഭിപ്രായം നല്ല ചികിത്സയാണോ അതോ? സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടോ? ഇപ്പൊ ചില വാർത്തകളൊക്കെ വരികയാണ്, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാൽ ചിലർക്കൊക്കെ ശോചനീയമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധനങ്ങൾക്കൊക്കെ ചിലപ്പോൾ നമുക്ക് വാങ്ങാൻ പുറത്ത് പോകേണ്ടി വരും. ഒരുപാട് പൈസ പുറത്ത് നമുക്ക് ചിലവായിട്ടുണ്ട്. എൻ്റെ മോന് കിഡ്നിയുടെ പ്രോബ്ലം ആയിരുന്നു. അതിന് പ്രൈവറ്റ് ക്ലാസ് സർജറി ചെയ്തായിരുന്നു. ചെറുതായിട്ട് യൂറിൻ തിരിച്ചു പോകാൻ വേണ്ടിയില്ലായിരുന്നു.
അങ്ങനെ അവന് അവിടെ ഞങ്ങൾ സർജറി ചേർന്ന സാറായിരുന്നു സർജറിയൊക്കെ ചെയ്തത്. പിന്നെ നമ്മുടെ അവർ കുഴപ്പമില്ല, നല്ല ഡോക്ടേഴ്സൊക്കെയാണ്. വേറെ കുഴപ്പങ്ങളൊന്നും സാധനങ്ങൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. സാധനങ്ങൾ നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ട്, പുറത്തുനിന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് സാധനങ്ങളെല്ലാം മേടിച്ചത്. പിന്നെ മറ്റേ മെയിൻ മെഡിക്കൽ കോളേജില്ല നമ്മുടെ എല്ലിൻ്റെ ഓർത്തോടെ അങ്ങനെയുള്ള നമ്മുടെ എൻ്റെ ആങ്ങളൊക്കെ ആക്സിഡൻ്റായിരുന്നു 2012. അങ്ങനെ അവിടുന്ന് കുറേ പുറത്തുനിന്ന് കുറേ സാധനങ്ങൾ 8,000 രൂപയുടെ സാധനങ്ങൾ ഈ സ്റ്റീലൊക്കെ കമ്പിയൊക്കെ അതൊക്കെ കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്ത് മേടിച്ച് അവിടുത്തെ പുറത്തുനിന്ന് കൂടുതലായിട്ട് നമ്മൾ മേടിച്ചത്. അകത്തൊരു ഒന്നുമില്ല, ഒരു കാര്യങ്ങളുമില്ല അകത്ത്. എല്ലാം നമ്മൾ പുറത്തുനിന്ന് അന്ന് മേടിച്ചു. ഒരുപാട് നമ്മൾ പൈസ അവിടുന്ന് മേടിച്ച് ഒരുപാട് കാര്യങ്ങളെല്ലാം പുറത്തുനിന്ന് മേടിച്ചു. അകത്തങ്ങനെ വലുതായിട്ട് ഒരു സംഭവം ഇല്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്ത് പറയുന്നുള്ളൂ, ഒരു സാധനങ്ങളും അവിടെ ഇല്ല. എല്ലാം നമ്മൾ പുറത്ത് പോയി മേടിക്കുന്നത്. ടെസ്റ്റിങ്ങും എക്സ്റേ എടുക്കാനും സ്കാൻ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും പുറത്താണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം ചെയ്തത് എൻ്റെ മോനും ഞാൻ ചെയ്ത് എൻ്റെ കിടന്നിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. എന്തെങ്കിലും വാസ്തവമുണ്ടോ? നിങ്ങൾ വിദ്യാർത്ഥികളാണ് പ്രതികരിക്കാനുള്ളത്. നല്ല ഡോക്ടർമാരായിട്ട് പറയുമ്പോൾ വാസ്തവം ഉണ്ടെന്നാണ്. ഇങ്ങനെ ഒരുപാട് ഡോക്ടർമാർ പറയാൻ നല്ലതാണ്, പറയുന്നത് നല്ലതാണ്. അതെ. ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും അല്ലേ? അപ്പോൾ വിദ്യാർത്ഥിനി ഏത് ക്ലാസ് പഠിക്കുന്നു? അപ്പോൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ടോ? അത് ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ഭരണാധികൾ ചെയ്താൽ മതി. ആരോഗ്യവകുപ്പിൽ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? അതോ ആ ഡോക്ടർ പറഞ്ഞത് കള്ളമാണോ? എന്താണ് പറയാനുള്ളത്? ഡോക്ടർ പറഞ്ഞത് ഒരിക്കലും കള്ളമാണെന്ന് തോന്നുന്നില്ല. എന്തായാലും ആ ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം അത്രയും കഷ്ടതകളിൽ നിന്ന് പഠിച്ചുയർന്നു വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും കള്ളമാണെന്ന് തോന്നുന്നില്ല. ഡോക്ടറിന്റെ വാക്കുകളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അദ്ദേഹം ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ അദ്ദേഹത്തിന് ആക്രമിക്കാനോ ഒറ്റപ്പെടുത്താനോ പാടില്ല അല്ലേ? ഇല്ല, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാര്യം സമൂഹത്തിന് വേണ്ടി സമൂഹത്തിൽ പാവപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമതകളെ ശരിക്കും അദ്ദേഹം തുറന്നു പറഞ്ഞേക്കുവാണ്. അപ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയല്ലേ വേണ്ടത്. അത് ഈ മരുന്നിന് വേണ്ടി ഒത്തിരി മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് അവസാനം അവിടെ ചെല്ലുമ്പോൾ സത്യമാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സത്യമാണ്. പലരിൽ നിന്നും കേട്ട അനുഭവം ഞങ്ങൾക്കുണ്ട്. നമ്മൾക്കും അനുഭവങ്ങളുള്ളതാണ്. ഇത്രയും ലൈനിൽ ചെന്നിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവസാനം മരുന്നില്ല എന്നും പറയും. ചിലപ്പോൾ 1-2 മരുന്ന് കിട്ടിയാലായി. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കാര്യമാണ് പറയുന്നത്. ഒരുപാട് പാവപ്പെട്ടവർ വരുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ ഈ ഡോക്ടറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില നിർദ്ദേശങ്ങൾ മുന്നിലോട്ട് പിന്നെ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നിലോട്ട് വയ്ക്കാറുണ്ട്? നമ്മൾക്ക് മുന്നിലോട്ട് കഴിയുന്നതും ഈ പാവപ്പെട്ടവരെ ഇങ്ങനെയായിട്ട് വലയ്ക്കരുത് സാറേ. അവർ ഒട്ടും പൈസ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നതും ആശ്രയിക്കുന്നതും. അപ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ടും അവർക്ക് വേണ്ട സഹായങ്ങളുമാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ഉപകരണങ്ങളില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് അധികാരികളുടെ വീഴ്ചയാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹെൽത്ത് സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അത് ശരിക്കും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഡിസ്കഷനും അല്ലെങ്കിൽ അതിനുള്ള അവയർനെസ്സും കാര്യങ്ങളും, അതായത് ഗവൺമെൻറ്റും പബ്ലിക്കും ആയിട്ടുള്ളൊരു എപ്പോഴും ഒരു കോണ്ടാക്ട്സ്, എപ്പോഴും ഒരു ഇൻട്രാക്ഷൻ വേണം. അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിപ്പോൾ ഒരു സത്യം തുറന്നു പറഞ്ഞ ഒരു ഡോക്ടറെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സമീപനമുണ്ട്, അതിനെക്കുറിച്ചുണ്ടാകും. അപ്പം അങ്ങനെ പാടില്ല. ശരിക്കും അദ്ദേഹം ഒന്ന് തുറന്നു പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് ചർച്ച ചെയ്തിട്ട് അതിനെന്താണ് സോൾവ് ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. ചർച്ച നടത്തി അത് സോൾവ്. ആരോഗ്യവകുപ്പിന് വേണ്ടിയുള്ള ഫണ്ടുകൾ വക മാറ്റുന്നു എന്നൊരു അത് നമുക്കറിയാം. ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്ന വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ്, അങ്ങനെ ഒരു ആക്ഷേപവും അല്ല. അങ്ങനെ ഇപ്പം ശരിക്കും ഒരു പൊളിറ്റിക്കൽ ബേസിലേക്ക് പോകുമല്ലോ. ഇത് ഇലക്ഷൻ അടുത്തപ്പോൾ വന്ന ഒരു രാഷ്ട്രീയ ആരോപണം അത് ആണോന്ന് നമുക്ക് സംശയമുണ്ട്. താങ്കൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ? ഇല്ലല്ല, അവിടുത്തെ മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എപ്പോഴും അതൊരു ഡയറക്റ്റ് കൺട്രോളിൽ എപ്പോഴും മിനിസ്റ്റേഴ്സ് ആയാലും അല്ലെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് DHS ആയാലും DME ആയാലും ഇവരൊക്കെ വന്ന് കുറച്ചുകൂടി സാറായി നിൽക്കണം. അപ്പോൾ എന്താണ് അതൊരു രാഷ്ട്രീയ ആരോപണമാണോ? ഒരു ഡോക്ടറിൻ്റെ തുറന്നു പറച്ചിലുണ്ട്. അത് രാഷ്ട്രീയ ആരോപണം എന്ന് പറയുന്നത് ആരോപണമാക്കാൻ അതിനുള്ള അവസരവേദിയായി മാറി എന്നുള്ളതാണ്. അത് കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത വിളിച്ചു പറയുന്നു. പക്ഷേ ആ സത്യസന്ധത ഇന്നത്തെ ഈ ഇലക്ഷൻ സമയത്ത് ആ സത്യസന്ധത അത് ശരിക്കും ഉപയോഗിക്കാനുള്ള അവസരമായി അതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ട് അത് ഉപയോഗിക്കുന്നവർ ശരിക്കും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു രാഷ്ട്രീയമായി. ഇത് ഇന്നും ഇന്നലെ സംഭവിച്ചതല്ല. ഇത് ഏതാണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഭരിച്ചിരുന്ന എല്ലാവരും ഈ ആരോഗ്യവകുപ്പിനെ ശ്രദ്ധിക്കാതെ അവഗണിക്കുന്നു എന്നുള്ളതല്ല. അത് അവരും മനുഷ്യരാണ്. പക്ഷേ ഈ ആരോഗ്യവകുപ്പിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ ഈ രോഗികളുടെ രോഗം എന്ന് പറഞ്ഞാൽ നിർധനരായ ആൾക്കാർ അവിടെ വരുന്നു.
ഞാനും പോയിട്ടുണ്ട്. അവസാന ആശ്രയം. അവസാന ആശ്രയം. അവർക്ക് വേണ്ടി കുറച്ചെങ്കിലും കരുണ കാണിക്കാൻ ഓരോ ഗവൺമെൻറ്റും ശ്രമിക്കണമെന്നുള്ളതാണ്. ശ്രമിക്കുന്നില്ലെന്നല്ല പറയുന്നു, ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ വേണ്ട വിധത്തിൽ അവർക്ക് കരുതൽ നൽകാൻ ഗവൺമെൻറ് തയ്യാറാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് എല്ലാവർക്കും ഒരു ഉണർവേകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും, എല്ലാ ഭരണകർത്താക്കൾക്കും, CPM എന്നോ കോൺഗ്രസ് എന്നോ BJP ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ഇതൊരു ഈ ആരോഗ്യത്തിന് വിചിന്തനം. അതെ, ആരോഗ്യത്തിന് ഈ നിർധനരായ ആൾക്കാർ ഒരു പ്രചോദനമായിട്ട് ഈ വാക്ക്, ആ ഡോക്ടറുടെ വാക്ക് ശരിക്കും മുതൽക്കൊട്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല, ഇവർക്കെല്ലാം ഉണർവാകുന്നതിന് വേണ്ടി നമ്മൾ ഇവരുടെ വിവേകത്തിന് വേണ്ടി കുറച്ചുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവരെല്ലാം കുറച്ചുകൂടി മന്ത്രിമാരും അവരെല്ലാം കുറേ കൂടെ ജാഗ്രതയോടുകൂടി ഇത് കൈകാര്യം ചെയ്യുന്നതിൽ ഈ നിർദ്ധരരെ കാണുന്ന ഒരു കാഴ്ചയിൽ അവരെ കാണേണ്ട അവസരങ്ങൾ ശരിക്കും ഒന്നുകൂടി അവർക്ക് വേണ്ടി ഇറങ്ങി തിരിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി അവരോട് പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ഒന്നും തന്നെ ഇല്ല. അത് മറ്റേ രോഗികൾ ചെല്ലുന്നവർക്കെല്ലാം ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ മരുന്നുകളുടെ ക്ഷാമത്തെക്കുറിച്ച് മരുന്നുകളുടെ അത് അവർ രോഗികൾ ചെല്ലുമ്പോൾ അവർക്ക് ആവശ്യപ്പെടുന്നതായിട്ടുള്ള ഒരു മരുന്നുകളും ഇല്ല, അവിടെ ഇല്ല. രോഗികളെല്ലാം മെഡിസിൻ പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങുന്നത്. മറ്റൊരു ആരോപണം വന്നിരിക്കുന്നത് അതിനകത്തെ ചില ഉദ്യോഗസ്ഥന്മാരും പുറത്തെ കടക്കാരും തമ്മിലൊരു ബന്ധമുണ്ട്. ഉണ്ട്. അത് ഇപ്പോഴല്ല, നേരത്തെ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന സംവിധാനങ്ങളാണ്. ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ ആ വാതിക്കൽ താമസിക്കുന്ന ഒരു വ്യക്തിയല്ലേ. എത്രയോ വർഷങ്ങളുണ്ട് ഈ മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഇത് തുടങ്ങിയ കാലത്ത് എത്ര ആരോഗ്യവകുപ്പ് മന്ത്രിമാർ മാറി തിരിഞ്ഞും വന്നു. ഇതെല്ലാം നടന്നിട്ടും അവിടെ നടക്കുന്ന ഇത് തന്നെയാണ്. ആരോഗ്യവകുപ്പമായിട്ട് രോഗികൾ ചെല്ലുമ്പോൾ അവർക്ക് മെഡിസിൻ വില കൊണ്ട് ചെന്നാലും പുറത്തും കിട്ടാത്ത അവസ്ഥ. അത് ആ ഹോസ്പിറ്റലും ഇതാണ് അവസ്ഥ. ഒരു സർക്കാരിനെ കൊണ്ട് ഇതൊന്ന് മാറ്റാൻ പറ്റും. ഒരു സർക്കാരിനെ കൊണ്ട് മാറ്റാമെന്ന് പറഞ്ഞാൽ അവർ മാറി തിരിഞ്ഞ് ഇപ്പോഴത്തെ സർക്കാർ ഇരിക്കുന്ന എല്ലാം അവർ തന്നെയാണല്ലോ, നിയമമെല്ലാം അവർ തന്നെയാണല്ലോ എടുത്ത് കൈകാര്യം ചെയ്യുന്നത്. ഏത് കാര്യങ്ങൾ നോക്കിയിരുന്നാലും പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്തുക. ആരോഗ്യവകുപ്പിനെ കുറിച്ചുള്ള വാർത്ത കേട്ട്. ആദ്യമേ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയി നോക്കുമ്പോഴേ അതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ. അറ്റ്ലീസ്റ്റ് 1ാമത്തെ വാർഡ് 2ാമത്തെ വാർഡ് ജസ്റ്റ് പോയിരുന്ന ആൾക്കാർ പോയി നോക്കുക. ആൾക്കാർക്ക് കിടക്കാൻ സൗകര്യമില്ല. ഒരു ബെഡിൽ 2ഉം 3ഉം രോഗികളാണ് കിടക്കുന്നത്. ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയാം. ഒരു രോഗി നമ്മൾ രാത്രി ആയാലും ഇവിടുന്ന് പാരിപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ടേക്ക് വിട്ട് കഴിഞ്ഞാൽ അവിടെ മൈൻഡ് ചെയ്യില്ല. രാത്രി കിടക്ക പോലും ഇല്ലാതെ രാവിലെ 1.5 ദിവസം തറയിലിരിക്കേണ്ടി വന്നു. ഒരാൾ എന്തിനു വന്നെന്ന് പോലും ചോദിക്കുക അവിടെ ആളില്ല. സത്യം, ഞാൻ പോയതാണ്. അതിന് കാരണം അതിന് ആളില്ല. അവന് നിയന്ത്രിക്കാനോ അതിനൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആളില്ല. ഈ മെഡിസിൻ്റെ കാര്യത്തിനെ കുറിച്ച് പരാതി വരും. മെഡിസിൻ എല്ലാം എന്തരാണ് നമ്മൾ പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ മെഡിസിനും നമ്മൾ പുറത്തുനിന്ന് തന്നെ എടുക്കുന്നത്. കുത്തുന്ന സൂചി ഉൾപ്പെടെ അവർ പറയും പുറത്തുനിന്ന് എടുക്കും. മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നിട്ട് എത്തുമ്പോഴാണ് പറയുന്നത് അല്ലേ? ക്യൂവിൽ നിന്നതിന് ശേഷം അല്ല, അവിടെ വാർഡിൽ കിടക്കുകയല്ലേ അവർ. പിന്നെ അടുത്ത ഇഞ്ചക്ഷന് വരുമ്പോൾ അവർ പറഞ്ഞിട്ട് പോകും. ഇനി അടുത്ത ഇഞ്ചക്ഷന് വരുമ്പോൾ ഇത് സാധനം മേടിച്ചു വിടും. അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ചെയ്തിട്ട് ഒന്നും കിട്ടുന്നില്ല. നമ്മളെല്ലാം പുറത്തുനിന്ന് തന്നെയാണ്. ഒരു സൂചി പോലും പുറത്തുനിന്നാണ് മേടിക്കുന്നത്. ഇതിന് വേണമെങ്കിൽ എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ മേടിച്ച കംപ്ലീറ്റ് ബില്ല്. ദേഹത്തിടാനുള്ള കമ്പികളും ഒക്കെ പുറത്തുനിന്നാണ് എടുക്കുന്നത്. എല്ലാം പുറത്തുനിന്ന് തന്നെയാണ് എടുക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരു ആരോപണം വരുന്നത് അതിനകത്തെ ചില ജീവനക്കാരും പുറത്തെ കടക്കാരും തമ്മിൽ ചില ബന്ധങ്ങൾ ഉണ്ടാവാം. അത് ഉണ്ടാവാനാണ് സാധ്യത. ലാബുകൾ തമ്മിലുണ്ടാവാം, മറ്റ് കടക്കാർ തമ്മിൽ, മെഡിക്കൽ സ്റ്റോറുകൾ തമ്മിലുണ്ടാവാം. അതുകൊണ്ടാണല്ലോ ഇവരെല്ലാം പുറത്തു വിടുക. നിയന്ത്രിക്കാനുള്ളവർ നിയന്ത്രിക്കുന്നില്ല. ഇനി നമ്മളെ കൊണ്ട് ഒപ്പൂ. എന്താണ് താങ്കൾക്കൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക? ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അവിടെ പോയി ഇത് കണ്ട് മനസ്സിലാക്കുക. പിന്നെ ഡോക്ടറുടെ ഒരു വെളിപ്പെടുത്തൽ വന്നില്ല, സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിക്കണം, ചികിത്സ കിട്ടുന്നില്ല എന്ന്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? എല്ലാ പ്രാവശ്യവും സർക്കാർ മാറുന്നതിനനുസരിച്ച് മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ മെഡിക്കൽ ഹെൽത്തിന്റെ എപ്പോഴും ഇഷ്യൂസ് ന്യൂസെല്ലാം ഇത് തന്നെ കേൾക്കുന്നത്. ഒരു കാര്യമില്ല. ഇതിന് സ്ട്രോങ് ആവാതെ ഒന്നും നടക്കത്തില്ല. സർക്കാർ സ്ട്രോങ് ആവാതെ ഒന്നും നടക്കത്തില്ല. ഇങ്ങനെ തന്നെ നടക്കാം. ഒരു നിർദ്ദേശം മുന്നോട്ട് എങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഒരു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിങ്ങളെ പറയാനുള്ളത്? ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. സ്വന്തം ജനങ്ങളെ സേവിക്കാനായിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടിയിരിക്കണം. എന്താണ് പറയുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോയിട്ടുണ്ട്? മെഡിക്കൽ കോളേജിലൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ അനുഭവങ്ങൾ എന്ന് പറയണം. നിങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ, പറയും. അവിടത്തെ അന്നൊക്കെ വിളിക്കുന്നൊക്കെ ഒരുപാട് മരുന്നുകൾ പൂർത്തി വരികയാണ്. കുറച്ച് മരുന്നേ അവിടെ നിന്ന് തരത്തുള്ളൂ. ബാക്കിയൊക്കെ അവിടെ നിന്ന് വെളിയിൽ നിന്ന് തന്നെ നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നു. ഇതെല്ലാം അവിടെ നിന്നല്ലേ നമുക്ക് തരാനുള്ളത്? എല്ലാം അവിടെ നിന്ന് തന്നെ തരാനുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെയല്ലേ. ഇവിടെയും വില കൂടിയ മരുന്നുകളൊന്നും തരില്ല. എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ വരാറ്? ഇതൊന്നും നമുക്കങ്ങനെ അറിയാൻ പറ്റും. ഗവൺമെൻറ് ആശുപത്രികളിൽ തരാതിരുന്ന
അതുപോലെ പറയാൻ പറ്റുമോ? മരുന്ന് വാങ്ങിക്കുന്നതെല്ലാം പുറത്ത് നിന്ന് അപ്പോൾ തിരുവനന്തപുരത്ത് പോകുന്നു അവിടെയും മെഡിക്കലിൽ നിന്നെല്ലാം വിളിക്കുന്നുണ്ട്. ഞങ്ങൾ പാവങ്ങളാണ്, അപ്പോൾ ആരും സഹായിക്കാൻ ആരും ഇല്ലാത്തതാണ്. തരുന്നത് എല്ലാം വിളിക്കുന്നുണ്ട്. അതായത് അപസ്മാരത്തിൻ്റെ മരുന്ന് ഗവൺമെൻറ് ആശുപത്രി കിട്ടാനില്ല. പറഞ്ഞോളൂ. പിന്നെ അപസ്മാരം ഒന്നാം ഘട്ടം അതിൻ്റെ മരുന്നെന്ന് വന്നാൽ ഒരാഴ്ചക്ക് അകത്തത് സമ്പന്നരിൽ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. നമുക്കൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കും അല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ പൊതുജനങ്ങളുടെ മറുപടികളും അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മാത്രം കണ്ടാൽ പോരാ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് സർക്കാരിലേക്ക് എത്തണം, ഉദ്യോഗസ്ഥരിലേക്ക് എത്തണം, ജനപ്രതിനിധികളിലേക്ക് എത്തണം, മന്ത്രിമാരിലേക്ക് എത്തണം. അങ്ങനെ പാവപ്പെട്ടവൻ്റെ ആശ്രയ കേന്ദ്രമായ മെഡിക്കൽ കോളേജുകൾ നല്ല രീതിയിൽ നാട്ടിൽ പുലരേണ്ടതുണ്ട്, അത് നിലനിൽക്കേണ്ടതുണ്ട്, നിലനിർത്തേണ്ടതുണ്ട്. ഈ ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും പാരിപ്പള്ളിയിൽ നിന്ന് ക്യാമറമാൻ ബിപിൻ വേണുവിനൊപ്പം താഹിർ മജീദ്, വിസ്മയ ന്യൂസ്.